യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്ന വാർത്ത ഉണ്ടായത്. യഥാർത്ഥത്തിൽ അവരതിനുവേണ്ടി പറയുന്ന കാരണങ്ങൾ ഒന്നും അടിസ്ഥാനമുള്ളതല്ല. ഞങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എല്ലാവരും ഞങ്ങളുടെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ് അവരെ ചേർത്ത് നിർത്തിയത്. ഒരു സഹോദരിയെ പോലെ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അർഹതയില്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ന്യായമല്ലാത്ത കാര്യങ്ങൾ വരെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം കെ കരുണാകരന്റെ മകളാണ് എന്നുള്ള ഒരു ആഭിമുഖ്യം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവർ കെ കരുണാകരന്റെ സ്മരണകളെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് അവര് ഇപ്പോൾ BJPയിലേക്ക് പോയത്. ജീവിതകാലത്ത് മുഴുവൻ സംഘപരിവാർ ശക്തികൾക്കെതിരായി, വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത ഒരാളാണ് കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ മകൾ ഒരു കാരണവുമില്ലാതെ BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ഇതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഒരാൾ പോലും അവരുടെ കൂടെ പോയില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കി. കാരണം അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷവും വരില്ല. പാർട്ടിയുടെ അണികൾ മുഴുവൻ വളരെ വർദ്ധിത വീര്യത്തോടു കൂടി ഇനി ഫാസിസവുമായി ഏറ്റുമുട്ടാൻ, വർഗീയതയുമായി ഏറ്റുമുട്ടാൻ കൂടുതൽ വാശിയോടുകൂടി രംഗത്തിറങ്ങും. കാരണം BJP ഈ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഒരു കാരണവശാലും അത് വെച്ചു പൊറിപ്പിക്കില്ല. തീർച്ചയായിട്ടും BJP കേരളത്തിൽ ഒരു സീറ്റ് പോലും മുമ്പിൽ വരാതിരിക്കാനോ രണ്ടാം സ്ഥാനത്ത് പോലും വരാതിരിക്കാൻ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. അവര് നമ്മളോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അവര് മത്സരിക്കാൻ സീറ്റ് ചോദിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല സീറ്റ് മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവര് ചോദിച്ച തൃശൂർ സീറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ചോദിച്ചപ്പോഴും വീണ്ടും കൊടുത്തിട്ടുണ്ട്. അവര് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമാകാൻ ഞങ്ങളാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ട് അവരെ ആക്കിയത്. അവര് പാർട്ടിയുടെ ഭാരവാഹിയാക്കിയിട്ടുണ്ട്. വളരെ KTDCയുടെ ചെയർമാനായിട്ടുണ്ട്. വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഏറ്റവും കുറവ് പ്രവർത്തനം നടത്തി. അവർ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. അവരങ്ങനെ കെ മുരളീധരനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു കഠിനാധ്വാനം ചെയ്തിട്ടില്ല. കെ മുരളീധരനെ പോലെ ഒരാൾ കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഇപ്പോഴും KPCC നേതൃത്വം ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോകണം എന്ന് പറഞ്ഞാൽ പാതിരാത്രി വിളിച്ചു പറഞ്ഞാൽ അവിടെ നിന്ന് വാഹനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ആ പരിപാടി സ്ഥലത്ത് എത്തുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമുള്ള ഒരു പ്രവർത്തന പാരമ്പര്യം ഒന്നും അവർക്കില്ലെങ്കിലും ഞങ്ങളൊരു പ്രത്യേകമായ പരിഗണനയും സ്നേഹവും അവരോട് കാണിച്ചിരുന്നു. അത് അവരോടുണ്ടായിരുന്ന സ്നേഹമല്ല, അത് കെ കരുണാകരനോട് ഞങ്ങൾക്കുണ്ടായ ബഹുമാനമാണ്. ആ കരുണാകരന്റെ സ്മരണകളെ പോലും ചവിട്ടുകുട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് അവർ ഈ പോക്ക് പോയിരിക്കുന്നത്. അത് കാലം അതിന് മറുപടി പറയും. KPCC പ്രസിഡന്റ് എന്ന നിലക്ക് എന്റെ അടുത്ത് വന്ന എല്ലാ ആവശ്യങ്ങളും ഞങ്ങളത് പൂർണ്ണമായി സന്തോഷത്തോടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോ അവരുടെ ഹസ്ബൻഡ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് KPCC പ്രസിഡന്റിനെ കുറിച്ചിട്ട്. അപ്പൊ ആ പറയുന്നതിനകത്ത് അവർക്ക് പാർട്ടിയുടെ അകത്തുനിന്ന് അംഗീകാരം കിട്ടിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അവരെ ഉൾക്കൊണ്ടില്ല എന്ന് പറയുന്നത് ബാലിശമാണ്, തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾക്കെല്ലാം അതിനകത്ത് പരിതാപമുണ്ട്, വേദനയുണ്ട്. കെ കരുണാകരന്റെ മകൾ ഈ പാർട്ടി വിടാൻ പാടില്ലായിരുന്നു. പുനഃപരിശോധിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ പുനഃപരിശോധിക്കട്ടെ എന്ന് മാത്രമേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സുരേന്ദ്രൻ പറഞ്ഞത് കെ മുരളീധരനെ ഭാവിയിൽ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നാണ്. അല്ല, അതൊക്കെ പലതും പറയുമല്ലോ. ഇപ്പൊ BJP വിട്ട് ഈ രാജ്യത്ത് മോഡി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ BJP വിട്ട് എത്ര പേര് കോൺഗ്രസ് ചേരുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ? പിന്നെ CPM നേതാക്കന്മാരുടെ പ്രസ്താവന ഞാൻ കേട്ടു. ബംഗാളിലെയും ത്രിപുരയിലെയും ഒരു 60% CPM നേതാക്കന്മാരും BJP ചേർന്നു. കേരളത്തിൽ ഒരു MLA, നമ്മുടെ MLA ഒന്നും പോയില്ലല്ലോ. കേരളത്തിൽ LDFന്റെ CPMന്റെ ഒരു MLA BJP ചേർന്നു. അപ്പൊ എവിടെയായിരുന്നു പിണറായി വിജയനും EP ജയരാജനും MV ഗോവിന്ദനൊക്കെ? അവരുടെ ധനകാര്യമന്ത്രിയായിരുന്നയാൾ വിശ്വനാഥ മേനോൻ BJP ചേർന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ബാലഗോപാല് നാളെ BJP പോവാന്ന് ചോദിക്കണം? ഞങ്ങളത് ചോദിക്കില്ല. CPMന്റെ എത്ര നേതാക്കന്മാര് പോയി?
അപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ മാറി വേറെ പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ ഇന്ത്യയിൽ സാധാരണമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രാജിവെച്ച് പുറത്തുപോയത് CPM നിന്നാണ്. CPM 33 വർഷം ഭരണം ഉണ്ടായിരുന്ന ബംഗാളിൽ നിന്നാണ്. 60% നേതാക്കളാണ്. പല CPM ഓഫീസും ഇപ്പൊ BJP ഓഫീസാണ്. ബോർഡ് മാറ്റി വെച്ചേക്കുക. കാരണം മുഴുവനായിട്ടാണ് BJP ചേർന്നത്. അപ്പൊ ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇത് പറയും. പിന്നെ ഒരു വളരെ ഗുരുതരമായ കാര്യം കൂടി പറയാണ്. ഒരു റിട്ടയർ ചെയ്ത ഒരു IPS ഉദ്യോഗസ്ഥൻ ആണ് ശ്രീമതി പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുന്നതിന് BJPയുമായി ഈ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ആ റിട്ടയർ ചെയ്ത IPS ഉദ്യോഗസ്ഥൻ ഇപ്പോഴും കേരളത്തിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന IPS ഉദ്യോഗസ്ഥൻ ശ്രീ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിച്ചത്. ആരാണ് നിങ്ങൾ അന്വേഷിച്ചു? അത് നിങ്ങൾ അന്വേഷിച്ചു വയ്ക്കും ആരാണ്? അല്ല, മുഖ്യമന്ത്രിക്ക് പത്മജയെ BJPയിൽ എത്തിച്ചിട്ട് അതിന് ഏറ്റവും സന്തോഷം ആർക്കാ? ഇന്ന് കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം ആർക്കാണ്? ആർക്കാ സന്തോഷം? ഏറ്റവും വലിയ സന്തോഷം ആർക്കാ? CPM നേതാക്കന്മാർക്കാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിനിടയിൽ അവര് BJPയും തമ്മിൽ അന്തർധാരയുണ്ട്. BJPക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇന്നലെ EP ജയരാജൻ പറഞ്ഞ എന്താ? CPMഉം BJPയും തമ്മിലാണ് മത്സരം. BJP കേരളത്തിൽ പലയിടത്തും 2ാം സ്ഥാനത്ത് വരുമെന്നാണ്. അപ്പൊ അതായത് സ്വന്തം പാർട്ടി 3ാം സ്ഥാനത്ത് വരുമെന്ന് EP ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടി 3ാം സ്ഥാനത്ത് വരും. അപ്പൊ BJPക്ക് കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്പേസ് ആണ് CPM ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇല്ലാത്ത സ്പേസ് ഒരിക്കലും പറയാത്ത. BJP കേരളത്തിൽ പലയിടത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2ാമത് വരും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാകുന്നത് ആർക്കാണ്? BJPക്കാണ്. അപ്പൊ സ്വന്തം പാർട്ടി 3ാം സ്ഥാനത്ത് വരുമെന്നാണ് EP ജയരാജൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കൂടി അന്വേഷിക്കുക. നമുക്ക് നാളെ പറയാലോ, സമയമുണ്ടല്ലോ. വടകരയൊക്കെ നിങ്ങൾ നോക്കിക്കോ, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങൾ. ഞാനൊരു കാര്യം പറയാം. തൃക്കാക്കര ഇലക്ഷൻ തുടങ്ങുമ്പോഴാണ് പ്രൊഫസർ KV തോമസ് CPM സഹയാത്രികനായി മാറുന്നത്. എറണാകുളത്ത് നിരവധി വർഷം MP-യും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ് പോയത്. അന്ന് നിങ്ങളൊക്കെ എന്താ പറയുന്നത്? തൃക്കാക്കര ഇലക്ഷൻ പോയി, കാരണം വോട്ട് മുഴുവൻ മറിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞങ്ങൾ PT തോമസ് വിജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ഉമാ തോമസിനെ വിജയിപ്പിച്ചത്. മനസ്സിലായിക്കോളാം നിങ്ങൾ, ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ വിജയിപ്പിച്ചത്. ഏതെങ്കിലും വ്യക്തികൾ പാർട്ടി വിട്ടുപോയാലെന്ന് ഈ പാർട്ടിയും ഒരു പാർട്ടിയും ബാധിക്കില്ല, ഞങ്ങൾ ഒട്ടും ബാധിക്കില്ല. അതൊക്കെ ചെറുപ്പക്കാര് അവരുടെ വൈകാരികമായ അവരുടെ പ്രതികരണം. ഞാൻ അതിലേക്കൊന്നും അല്ലല്ല, അതൊക്കെ ചെറുപ്പക്കാരൊക്കെ വൈകാരികമായി പ്രതികരിക്കും. അവരൊക്കെ തല്ലും കൊണ്ട് ജയിലിലും കിടന്ന് അടിയും കൊണ്ട് ആശുപത്രിയിലും കിടന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. അതിന്റെയൊക്കെ ബെനിഫിറ്റ് മുഴുവൻ, അതിന്റെയൊക്കെ നേട്ടം മുഴുവൻ ഇവരെ പോലുള്ള ആളുകളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ സങ്കടം സഹിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വൈകാരികമായി അതൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നാണ്. വെളുപ്പാൻ കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടായി ചെറുപ്പക്കാരനാണ്. എത്രയോ കൂടെ എത്ര പേർക്കാ തല്ലുകൊണ്ടത്. ഇന്നലെയൊക്കെ നിങ്ങൾ ആലോചിക്കി. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ജയിലിലാക്കാൻ വേണ്ടി മുഴുവൻ പോലീസ് സംവിധാനം നിൽക്കുകയാണ്. KSU പ്രവർത്തകരെ എറണാകുളത്തെ അടിയേറ്റു വാങ്ങുകയാണ്, വയനാട്ടിൽ അടി നടക്കുകയാണ്, തിരുവനന്തപുരത്ത് അടി നടക്കുക, തല്ലി ചതക്കുകയാണ് ഞങ്ങളുടെ കുട്ടികളെ മുഴുവൻ സംസ്ഥാന വ്യാപകമായി. ആ സമയത്താണ് ഈ പാർട്ടി കൊണ്ട് നേട്ടം ഉണ്ടാക്കിയ ആള് പിന്നിൽ നിന്ന് കുത്തി പോകുമ്പോ അത്രയൊക്കെയല്ല അവര് പറഞ്ഞില്ലേ. സാരമില്ല, അത് വിട്ടു. അല്ല, പിണറായി, ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ BJP ചേർന്നപ്പോ ഇന്ന് കേരളത്തിൽ വലിയ ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? ആഹ്ലാദം CPM-ന്. ഇതേ CPM-ൽ നിന്നല്ലേ ഇതിനേക്കാൾ വലിയ സ്ഥാനത്തുണ്ടായിരുന്ന മുൻ ധനകാര്യമന്ത്രി BJPയിലേക്ക് പോയത്. ഏറ്റവും സീനിയർ നേതാവ്, CPM-ലെ ഏറ്റവും സമുന്നതനായ നേതാവ്. CPM-ന്റെ ഒരു MLA നേരെ പോയി BJPയുടെ സ്ഥാനാർത്ഥിയായില്ലേ, കേന്ദ്രമന്ത്രിയായില്ലേ. അപ്പൊ എവിടെയായിരുന്നു പിണറായി വിജയനും MP ഗോവിന്ദനൊക്കെ? എവിടെ പോയിരുന്നപ്പോ? എന്നിട്ട് സദ്യ കൊടുത്തില്ലേ? അതിലൊന്നും കാര്യമില്ലെന്നേ. അവർക്കൊക്കെ പാർട്ടിയിൽ എന്തായിരുന്നു സ്ഥാനം, എന്തായിരുന്നു കാര്യമില്ല. ഇവരെ ഞങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ആ നേതാക്കളോടുള്ള ബഹുമാനം കാരണം. അവര് പോയിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൂടെ അവരുടെ അഡ്മിൻ പോലും പോയിട്ടില്ല.
അത് നിങ്ങൾ കണ്ടില്ലേ? കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 16 സീറ്റിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചത്. അല്പസമയം മുൻപ് KC വേണുഗോപാൽ പറഞ്ഞത് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി, നാളെ രാവിലെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ വിവിധ വിഷയങ്ങളിൽ പ്രതികരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. 16 മണ്ഡലങ്ങളിലും സർപ്രൈസ് ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. ഇത് തരത്തിലായിരിക്കും ഈ സർപ്രൈസ് എന്ന കാര്യത്തിൽ അവർ വ്യക്തത വരുത്തിയില്ല. AICCയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നേതാക്കൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും ഉണ്ടാകും. യാതൊരു തരത്തിലും ഒരു അവഗണനയും പത്മജ വേണുഗോപാൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതേസമയം തന്നെ KPCC യാതൊരു തരത്തിലുള്ള അവഗണനയും കാണിച്ചിട്ടില്ല എന്ന് K. സുധാകരനും പറയുകയുണ്ടായി. കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിൽ സർപ്രൈസ് ഉണ്ടാകുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള സർപ്രൈസ് ആകുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മണ്ഡലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണോ ഈ സർപ്രൈസ്, അതോ പുതുമുഖങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രവിധ, എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാകും അതിലൊരു സർപ്രൈസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ കേരളം വിട്ട് മറ്റ് ഒരുപക്ഷെ കർണാടകയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ പോകുമെന്ന ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം KPCC അടക്കം പലപ്പോഴും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് തന്നെ ഇത്തവണ എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് തന്നെയാകും ഇപ്പോൾ VD സതീശൻ പറഞ്ഞിരിക്കുന്ന സർപ്രൈസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ K. സുധാകരൻ മത്സരരംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ആലപ്പുഴയുടെ സ്ഥാനാർത്ഥികളിലും ഒരു തീരുമാനമായിട്ടുണ്ട്. സാമുദായിക സമവാക്യം കണക്കിലെടുത്ത ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാകും നാളെ ഉണ്ടാവുക. ഒരു പക്ഷേ മണിക്കൂറുകൾ മാത്രമേ ഇനി കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. അതിനുശേഷം 16 സ്ഥാനാർത്ഥികളെയും നാളെ ഒറ്റക്കെട്ടായി തന്നെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അന്തിമ രൂപം ഇപ്പോൾ CEC മീറ്റിംഗിന് ശേഷം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ കൂടിയാലോചന നടത്തി അതിലൊരു അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. എന്തായാലും പേരുകൾ നമുക്കറിയാം. AICC പുറത്തുവിട്ട ശേഷം മാത്രമേ നേതാക്കളടക്കം അതിലൊരു തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ നേതാക്കൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം സിറ്റിംഗ് MPമാർ മത്സരരംഗത്തുണ്ടാകും. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഒരു സാമുദായിക സമവാക്യം കണക്കിലെടുത്തുള്ള ആളാകും ഉണ്ടാവുക. ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ പേര് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുസ്ലിം പ്രാതിനിധ്യം എല്ലാം തന്നെ കണക്കാക്കിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും എന്തായാലും തയ്യാറാവുക. നേരത്തെ സൂചിപ്പിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K. സുധാകരൻ, ഇവർ രണ്ടുപേരും എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ആലപ്പുഴ, അതോടൊപ്പം വയനാട്, കണ്ണൂർ, ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയമാണ് ഒരു ഘട്ടത്തിൽ ഇത് വൈകാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ ഇന്ന് മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇതിൽ അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം കാത്തുനിന്നാൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 16 മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ UDFന് ഇത്തവണ 20 സീറ്റ് നേടുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ VD സതീശനും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവിധ, ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേതാക്കൾ പറഞ്ഞ സർപ്രൈസ് എന്താണെന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. നാളെ തന്നെ, അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് KC വേണുഗോപാലും ഒപ്പം മറ്റ് നേതാക്കളും പറഞ്ഞത്. AICCയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നാണ് നേതാക്കൾ പങ്കുവച്ച വിവരം. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.